മഴവെള്ള സംരക്ഷണത്തിന് ശക്തമായ നടപടി വേണം എന്ന് ഒരു പൊതുചടങ്ങിൽ ISRO മുൻ തലവൻ ജി മാധവൻ നായർ പറഞ്ഞാൽ അതൊരു വലിയ വാർത്തയാണ്. ഒരു പത്രത്തിൽ ഈ വാർത്ത ശ്രദ്ധ നേടിയത് അതുകൊണ്ടൊന്നുമല്ല. മാധവൻ നായരുടെ വാർത്തയുടെ തലക്കെട്ടിനൊപ്പം ബ്രാക്കറ്റിൽ ഒരു കുറിപ്പ് കൂടി പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലാണ്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പരസ്യ താൽപര്യം, കോഴിക്കോട് ബാക്ക് പേജ് മസ്റ്റ്, ഓൾ എഡിഷൻ മസ്റ്റ്. ഈ കുറിപ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഒരു പത്രത്തിന്റെ ഓൺലൈൻ എഡിഷനിൽ മാത്രമാണ്. പ്രിന്റഡ് പത്രത്തിൽ വരുന്ന വാർത്തകൾ ഓൺലൈനിൽ ആക്കാൻ ചുമതലപ്പെടുത്തിയ സബ് എഡിറ്റർ ഒന്ന് വായിച്ചു പോലും നോക്കാതെ കയറിയതാണ്. തെറ്റ് തിരിച്ചറിഞ്ഞ പിന്നീട് ഈ ഹെഡ്ലൈൻ മാറ്റുകയും ചെയ്തു. മഴവെള്ള സംരക്ഷണത്തിന് സർക്കാർ തലത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണമെന്ന് ഡോക്ടർ ജി മാധവൻ നായർ പറഞ്ഞത് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്വാമി സുനിൽ ദാസ് ജലയജ്ഞ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു. സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽ ദാസ് അധ്യക്ഷത വഹിച്ചു. ജലം സംഭരിക്കുന്നതിലും പരിമിതമായി ഉപയോഗിക്കുന്നതിലും മലയാളികൾ ശീലിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുനിൽ സ്വാമി അഥവാ സുനിൽ ദാസിന്റെ പ്രചരണാർത്ഥം മാത്രമുള്ള ചടങ്ങായിരുന്നു ഇത്. സർക്കാരിന് മുകളിൽ സ്വാമിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കം. അതുകൊണ്ടുകൂടിയാണ് ഈ വാർത്ത കേരളത്തിലുടനീളം ചർച്ചയാക്കാൻ തീരുമാനിച്ചത്. അത് വ്യക്തമാക്കി കേരള കൗമുദിയുടെ റിപ്പോർട്ടർ തലക്കെട്ടിനൊപ്പം കുറിപ്പെഴുതിയും ചിത്രം സഹിതമാണ് വാർത്ത അടിച്ചു വന്നത്. ഈ വാർത്ത മതി സുനിൽ സ്വാമിയുടെ സ്വാധീനത്തിന് തെളിവായി. 2016 ഈ വാർത്ത എത്തിയത്. അതുകഴിഞ്ഞ് 9 വർഷം കഴിയുമ്പോൾ സ്വാമി അറസ്റ്റിലാകുന്നു. പ്രധാനമന്ത്രി മോദിയെ മുതലമട സ്വാമിയുടെ പരിപാടികളിൽ കാണാം. ഇത്തരം VIP ചിത്രങ്ങളെല്ലാം കാണിച്ചായിരുന്നു സുനിൽ സ്വാമിയുടെ മുമ്പോട്ട് പോക്ക്. സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം സുനിൽ സ്വാമിക്ക് അതിവിശ്വസ്ത സുഹൃത്തുക്കളായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും അന്തരിച്ച നേതാവുമായ കോടിയേരി ബാലകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടങ്ങിയവരെല്ലാം മുതലമട സ്വാമിയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ആൾദൈവങ്ങളിൽ ഒരാളാണ് സുനിൽ സ്വാമി. പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വാമിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ അതൊന്നും പത്രത്തിൽ വാർത്തയാക്കാറില്ല. പരസ്യ താൽപര്യമാണ് ഇതും മുക്കപ്പെടുന്നതെന്ന് വാർത്തയോടെ വ്യക്തമാവുകയും ചെയ്തു. സുശക്തമായ മാർക്കറ്റിംഗ് സംവിധാനമാണ് ഇതിനുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങി കാണിക്കുകയാണ് മുതലമട സ്വാമി എന്നറിയപ്പെടുന്ന പാലക്കാട്ടെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ സുനിൽ ദാസ്. എയ്ഡ്സ് രോഗികളുടെയും കുഷ്ഠരോഗികളുടെയും പുനരധിവാസത്തിന് സമാഹരിച്ച പണം ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങിക്കൂട്ടുന്നത് എന്ന് നേരത്തെ പലരും ആരോപിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ആരും വാർത്തയാക്കാറില്ല. പല്ലശനയിലെ ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന സുനിൽ ദാസാണ് പിന്നീട് സുനിൽജിയും സുനിൽ സ്വാമിയും ഒക്കെയായി മാറിയത്. സത്യസായി സേവാ സമിതി അംഗമായിരുന്ന ഇയാൾ അവിടെ നിന്ന് പിന്മാറി മുതലമടയിലുള്ള സ്വന്തം വീട് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റാക്കി മാറ്റുകയായിരുന്നു. രോഗികളുടെ പുനരധിവാസം, പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ, എല്ലാ ദിവസവും അന്നദാനം എന്നിവയാണ് ട്രസ്റ്റിന്റെ മുഖ്യ പ്രവർത്തനങ്ങളായി എടുത്തു കാണിക്കപ്പെടുന്നത്. സമൂഹത്തിലെ ഉന്നതരായ പല വ്യക്തികളെയും ഈ സംരംഭങ്ങളിൽ പങ്കാളിയാക്കാനും സുനിൽ ദാസിന് കഴിഞ്ഞു. പ്രവർത്തനങ്ങൾക്കായി ഇവരുടെ കയ്യിൽ നിന്ന് വൻതോതിൽ സംഭാവനയും സ്വീകരിച്ചു തുടങ്ങി. വേണ്ട പോലെ പണം വേണ്ട കാര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതി സജീവമാണ്. മുതലമട സ്വാമി എന്നറിയപ്പെടുന്ന സുനിൽ ദാസിന്റെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വരെ വിവിധ സംഘടനകൾ പരാതി അയച്ചിരുന്നു. ജനജാഗ്രത, പാലക്കാട് മുന്നോട്ട്, PUCL എന്നിവരാണ് പരാതി അയച്ചത്. ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ സ്വാമിയെയാണ് കോയമ്പത്തൂരിൽ തമിഴ്നാട് പോലീസ് കേസിൽ പിടിച്ച് ജയിലിലാക്കിയത്.